മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 11. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. മനുഷ്യന് പല പരിമിതികളും. അവൻ സർവവ്യാപിയോ സർവജ്ഞനോ സർവശക്തനോ അല്ല. ഒരു മനുഷ്യനും ലോകത്തിലുള്ള സകലവും അറിയുവാനും എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുവാനും ഒരിക്കലും കഴിവില്ല. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വയം സമർപ്പണം ചെയ്ത് അധ്വാനിച്ചാൽ ദൈവം ഇടപെട്ട് അവനെ ഉയർത്തും. കൂടുതൽ ഉത്തരവാദിത്വത്തിനായി അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഈശോയെ സ്വീകരിക്കാനുള്ള പദവി 3 കൂട്ടർക്ക് ലഭിച്ചു. ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും ദേവാലയവാസികളായ ശീമോനും ഹന്നായിക്കും ഈ 3 കൂട്ടരിലും സാമ്യമുള്ള ഒരു സ്വഭാവ ശക്തിയുണ്ടായിരുന്നു. ആട്ടിടയന്മാർ ആടിനെ പരിപാലിക്കാനായി രാത്രിയും പകലും മലനാടുകളിലൂടെ ജീവിക്കുന്നു. പഠന നിരീക്ഷകന്മാരായ വിദ്വാൻമാർ ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുവാനും പുതിയ അറിവുകൾ നേടുവാനും ജീവിതത്തെ അർപ്പിക്കുന്നു. പുതുതായ ഒരു നക്ഷത്രം കണ്ടപ്പോൾ ദുഷ്കരമായ വിദേശ യാത്രയ്ക്ക് അവർ ഒരുങ്ങി. ശിമയോനും ഹന്നായും പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിൽ മുഴുവൻ സമയവും ചെലവഴിച്ചു. മുകളിൽ പറഞ്ഞ 3 വിഭാഗക്കാരും ജീവിത സുഖങ്ങളെക്കാൾ പ്രധാനമായി അവരുടെ ഉത്തരവാദിത്വങ്ങളെ വിലമതിച്ചവരായിരുന്നു. വെല്ലൂർ ആശുപത്രി ഇന്ന് ലോകപ്രസിദ്ധമാണ്. അനേകായിരങ്ങൾ അവിടെ ദിവസം തോറും വന്ന ആശ്വാസം തേടുന്നുണ്ട്. വെല്ലൂർ പട്ടണം തന്നെ ആ ആശുപത്രിയെ കേന്ദ്രീകരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ വലിയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഡോക്ടർ ഐഡ സോഫിയ സ്കാഡർ ആദ്യം അവിടെ ഒരു ഡിസ്പെൻസറി ആരംഭിച്ചു. ആ സ്ഥാപനത്തിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സ്വയം പരിമെടുത്തിയപ്പോൾ അതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയത്. ദൈവത്തോട് ചേർന്ന് നമ്മുടെ സേവന രംഗത്ത് സ്വയം പരിമിതപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം സ്ഥായിയായ ഫലം പുറപ്പെടുവിക്കും. സ്വയം പരിമിതപ്പെടുത്തുന്നവരെ ദൈവം വിപുലപ്പെടുത്തും. നമുക്കും അങ്ങനെയുള്ളവരായി മാറാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.